അത് കേസ് ഒരു പടി വിജയിച്ചെന്നോ എത്ര പടി വിജയിച്ചെന്നോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം അത് കോടതിയിൽ കേസ് നടന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ്. ഇപ്പോൾ നടന്നിട്ടുള്ള ഒരു ആക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോട്ടയത്ത് CGM കോടതിയിലാണ് ഈ കേസ് റൺ ചെയ്തുകൊണ്ടിരുന്നത്. കഴിഞ്ഞ 21 അവധി കഴിഞ്ഞു. 21 അവധിയിലും ഞാൻ മിക്കവാറും ഒക്കെ അവധികൾക്കെല്ലാം ഹാജരായിട്ടുണ്ട്. എന്നാൽ ഈ പ്രതി ഒരിക്കൽ പോലും ഹാജരായതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. പ്രതിയുടെ വക്കീലാണ് ഹാജരാകുന്നത്. അതിനുശേഷം കഴിഞ്ഞ മാസത്തെ അവധിയിൽ കോടതിയിൽ ഇത് കേസ് വിളിച്ച അവസരത്തിൽ അദ്ദേഹത്തിൻ്റെ വക്കീൽ വന്ന് കോടതി പറഞ്ഞു ഇത് ഹൈക്കോടതിയിലേക്ക് ക്വാഷ് ചെയ്യാനായിട്ട് കൊടുത്തിരിക്കുകയാണ് എന്ന് പറഞ്ഞപ്പം ജഡ്ജ് എന്നോട് ചോദിച്ചു താങ്കൾക്ക് നോട്ടീസ് വല്ലതും കിട്ടിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് നോട്ടീസൊന്നും കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇനി ഈ കോർട്ടിൻ്റെ അകത്ത് നോക്കിക്കോ എന്നാണ് എന്നോട് പറഞ്ഞത്. അങ്ങനെയാണ് ഒരു അവസ്ഥ. അപ്പം ഞാൻ വിചാരിച്ചു ഈ കേസ് ഏകദേശം തീർന്നു പോയി, ഹൈക്കോടതി ക്വാഷ് ചെയ്യാൻ പോവുകയാണ്. അപ്പം നിയമപരമായിട്ട് എന്നെക്കൊണ്ട് ചെയ്യാവുന്നതെല്ലാം ചെയ്തു എന്നുള്ള അവസ്ഥ നിൽക്കുമ്പോഴാണ് എനിക്ക് ആകെപ്പാടെ ഒരു ആശ്രയം ദൈവത്തിൽ ആശ്രയിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ച് ദൈവമേ അതെങ്ങനെ ഏറ്റവും മനോഹരമായിട്ട് കൊണ്ടുപോകണമേ എന്ന് മാത്രം പ്രാർത്ഥിച്ച് നിൽക്കുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു വിധി വന്നിരിക്കുന്നത്. അത് വളരെ നല്ല ഇതാണ്. സ്ക്വാഷ് ചെയ്യാൻ പോയ ആ ഓർഡറിനെ അവിടുന്ന് അവർ ക്യാൻസൽ ചെയ്തു. അത് സ്ക്വാഷ് ചെയ്യാൻ പറ്റത്തില്ല, വിചാരണ നേരിടണം എന്നുള്ള അവസ്ഥയിലേക്ക് വന്നു. അത്രയേ ഉള്ളൂ. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം കോടതിയിൽ ഇരിക്കുന്ന കാര്യങ്ങളായതുകൊണ്ട് നമുക്കതിനെക്കുറിച്ച് പറയാൻ പറ്റത്തില്ല. പിന്നെ ഈ വീഡിയോസ് അദ്ദേഹം യൂട്യൂബിൽ ഒത്തിരി അധികം വീഡിയോസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഒരു 74-75 വയസ്സുള്ള ഒരു വയോധികനായ ഒരു മനുഷ്യനാണ്. കണ്ടാൽ വളരെ യോഗ്യനായ ഒരു വ്യക്തിയാണ്. അദ്ദേഹം പറഞ്ഞിരിക്കുന്ന വീഡിയോസ് മൊത്തം അശ്ലീലങ്ങളാണ്. അദ്ദേഹത്തെ കാണുന്ന പോലെയല്ല, വളരെ അശ്ലീകരമായ വീഡിയോസ് ചെയ്യുന്നൊരു വ്യക്തിയാണ്. നമ്മുടെ പരിശുദ്ധ കത്തോലിക്ക സഭയെക്കുറിച്ച് വളരെ മോശമായ പദങ്ങൾ ഉപയോഗിച്ച് ഒരിക്കലും പബ്ലിക് പറയാൻ കൊള്ളുകയല്ലാത്ത വളരെ അസഭ്യങ്ങൾ മാത്രം സംസാരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പല വീഡിയോസ് ഞാൻ കണ്ടു. അപ്പോൾ ഞാൻ പല യുവജന സംഘടനകളുടെയും മറ്റു അങ്ങനെയുള്ള ആളുകളുടെയും ഒക്കെ ഡയറക്ടർമാരും ഒക്കെ ആയിട്ട് സംസാരിച്ച് നമുക്കിത് ഒന്ന് കേസ് കൊടുക്കാനായിട്ട്, ഇത് നിയമപരമായിട്ട് ഇതിനെ ചോദ്യം ചെയ്യുവാനായിട്ട് പലരോടും ആവശ്യപ്പെട്ടപ്പോൾ ഇവരെല്ലാം ചെയ്യാമെന്ന് പറഞ്ഞു പോയി അവസാനം ആരും അതിന് തയ്യാറാകുന്നതായിട്ട് കണ്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു കേസ് കൊടുക്കാം എന്ന് തീരുമാനിച്ചത്. ഇങ്ങനെ സ്വന്തമായിട്ട് വ്യക്തിപരമായ ലെവലിൽ തന്നെ ചെയ്യാനായിട്ട്. കാരണം ഞാൻ ഒരു കത്തോലിക്ക വിശ്വാസിയാണ്. കത്തോലിക്ക വിശ്വാസത്തിൽ അടിയുറച്ച് നിൽക്കുന്ന ഒരാളാണ്. അപ്പോൾ അങ്ങനെയുള്ള സമയത്തിൽ നമ്മൾ കത്തോലിക്ക സഭയിൽ പരിശുദ്ധമായി കാണുന്ന പലതിനെയും വളരെ വികൃതമായ രീതിയിൽ ചിത്രീകരിച്ചു. പ്രത്യേകിച്ച് കത്തോലിക്ക സഭയെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധ കുർബാന എന്ന് പറഞ്ഞ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ആ പരിശുദ്ധ കുർബാനയെ വളരെ മോശമായി ചിത്രീകരിക്കുന്നു. അതുപോലെ ബഹുമാനപ്പെട്ട വൈദികർ, വിളിക്കപ്പെട്ടവരാണ് അവർ, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിനാൽ തെരഞ്ഞെടുക്കപ്പെട്ടവരും മാറ്റി നിർത്തപ്പെട്ടവനും ഊറനാക്കപ്പെട്ടവനുമെന്നാണ് മെത്രാന്മാരെ കുറിച്ച് പറയുന്നത്. അതുപോലെ പരിശുദ്ധരായി നാം കാണുന്ന മെത്രാന്മാരെയും അല്ലെങ്കിൽ സന്യസ്തരെയും അല്ലെ കന്യാസ്ത്രീ അമ്മമാരെയും ഒക്കെ ഞങ്ങളൊക്കെ അമ്മമാരെന്ന് വിളിക്കുന്നത്, അങ്ങനെയുള്ള അവരെയൊക്കെ വളരെ മോശമായിട്ട് കത്തനാരന്മാരുടെ വെപ്പാട്ടികൾ എന്നൊക്കെയുള്ള ഭാഷയിലേക്ക് എടുത്ത് സംസാരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് അദ്ദേഹം ചെയ്യുന്ന കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം തോന്നി. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു കത്തോലിക്കനായിരിക്കുന്ന ഇതുകൊണ്ട് തന്നെ കത്തോലിക്ക സഭയ്ക്കെതിരെ വരുന്ന എല്ലാ അറ്റാക്കുകളെയും എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ നേരിടുക എന്നുള്ള തീർച്ചയിൽ നിന്നാണ് ഞാൻ ഈ കേസ് പുട്ടപ്പ് ചെയ്യാൻ തയ്യാറായത്. ഞാൻ വ്യക്തിപരമായിട്ട് ആരുടെ സഹായം പ്രതീക്ഷിച്ചുകൊണ്ടല്ല ഈ കേസിൻ്റെ ഇതിലേക്ക് പോയത്. ഞാൻ പല സഭയിലെ പല സംഘടനകളുടെയും ആളുകളുമായിട്ടൊക്കെ ആദ്യം ഡിസ്കസ് ചെയ്തു. അവരോട് ഇത് കേസ് കൊടുക്കണമെന്ന് പറഞ്ഞെങ്കിൽ പോലും അവരാരും ഇപ്പോൾ കൊടുക്കാമെന്ന് പറഞ്ഞല്ലാതെ അവരാരും മുന്നോട്ട് വരുന്നതായിട്ട് കണ്ടില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ വെറുതെ പറയുകയാണ്, അതുകൊണ്ട് ബീറ്റിംഗ് കൊണ്ട് ഒരു കാര്യവും ഇല്ല എന്ന് മനസ്സിലായത് കൊണ്ട് തന്നെ ഞാൻ സ്വന്തം ഇനിഷ്യേറ്റീവിൽ തന്നെ മുന്നോട്ടിറങ്ങി. കേസിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പം ഇനി അത് വിചാരണയ്ക്ക് വീണ്ടും CGM കോടതിയിലേക്ക് വരുമെന്നാണ് ഞാൻ അറിയുന്നത്. ഇപ്പം കേസ് ഹൈക്കോടതിയിൽ നിന്ന് ക്വാഷ് ചെയ്ത് കളയുമായിരുന്നെങ്കിൽ എനിക്ക് പിന്നീട് അങ്ങോട്ട് പോകണമെങ്കിൽ ഒത്തിരി അധികം കാശ് ആവശ്യമാണ്. അപ്പോൾ എനിക്ക് അത്രയും സാമ്പത്തികമായിട്ട് സ്പെൻഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഒന്നും ഇല്ല. നമ്മൾ അത്യാവശ്യമുള്ള ചെറിയ കാര്യങ്ങളിലൂടെയൊക്കെ മാത്രം ചെയ്യുന്ന ഒരു അവസ്ഥയാണ്. പക്ഷേ ഇതിപ്പോൾ തമ്പുരാനായിട്ട് തന്നെ വീണ്ടും അതും ദൈവപരിപാലനയായിട്ട് ആണ്. അതുപോലെ നമ്മുടെ ഇന്ത്യൻ ജുഡീഷ്യറിയുടെ ഏറ്റവും വലിയ പവറായിട്ടാണ് ഞാനിപ്പം ഹൈക്കോടതി ഇതിനെ തള്ളിക്കളഞ്ഞ അവസ്ഥയെ കാണുന്നത്.